അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഡേ 2ലുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ റിസോർട്ടിലുള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണിത്. ദോശയുണ്ട്, ചട്നിയുണ്ട്, സാമ്പാറുണ്ട്, പൂരിയുണ്ട്, ബാജിക്കറി ഉണ്ട്, എഗ് ഉണ്ട്, പഴം ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്, കോഫി, ടീ, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് നമ്മളെടുത്ത് കഴിക്കുകയായിരുന്നു. രാവിലെ ഒരു 9:30 ആ ഒരു ടൈമായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം വരുന്നത്. പിന്നെ ചെറിയൊരു കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തായിരുന്നു പൂളുണ്ടായിരുന്നത്. വീണ്ടും നമ്മളെല്ലാവരും പൂളിലേക്ക് ഇറങ്ങി. രാവിലെ ഒരു 10 മണി ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പൂളിൽ വെച്ച് വീണ്ടും മത്സരങ്ങളും പാട്ടുകളും ഡാൻസുകളും എല്ലാം നമ്മൾ കളിച്ചു. ഒരുപാട് സമയമൊന്നും നമുക്ക് കളിക്കാൻ പറ്റിയില്ല. കാരണം 11:30 നമ്മുടെ ചെക്ക് ഔട്ട് ഉണ്ടായിരുന്നത് റൂമിൻ്റെ. അപ്പോൾ ഒരു 11 മണി ആകുമ്പോഴത്തേനും നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. അതിനുശേഷം നമ്മൾ ഫ്രഷായി റൂം ചെക്ക് ഔട്ട് ചെയ്തു. നമ്മൾ തിരിച്ചു വരുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ബസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഫോട്ടോഷൂട്ടിന് പറ്റുന്ന വേറൊരു സ്ഥലം കൂടി കണ്ടപ്പോൾ നമ്മൾ അവിടേക്ക് പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ വീണ്ടും എടുത്തു. ശരിക്കും ആ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ഹട്ട് പോലെ, പിന്നെ കുറേ ആമ്പലും കാര്യങ്ങളൊക്കെ തടാകത്തിൽ, അങ്ങനെ നല്ല ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ലൊരു ഏരിയ ആയിരുന്നു. പിന്നെ ആണെങ്കിൽ രാവിലെ നല്ലൊരു പച്ചപ്പും, അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം കാണാൻ. നമ്മളൊരുപാട് സംസാരിച്ചും കുറേ നേരം ഇരുന്നും ഒരുപാട് ഫാമിലി ഫോട്ടോസും സിംഗിൾ ഫോട്ടോസും എല്ലാം അവിടെ നിന്ന് എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സംസാരിച്ചിരിക്കാൻ പറ്റുന്നൊക്കെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബസ്സിലേക്ക് കയറി നമ്മുടെ യാത്ര ആരംഭിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നേരെ നമ്മൾ ഒരു ഹോട്ടലിലേക്കാണ് വിട്ടത്. അങ്ങനെ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് CEO മാത്യു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു പാർക്കിലേക്കാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ളൊരു ടയറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടക്കാം. എല്ലാവരും അത് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളത്തിൽ ചങ്ങാടം കെട്ടിയിട്ട് അവിടേക്കും ഇവിടേക്കും പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു പാർക്കിലൂടെ ചെറിയൊരു ഏണി വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അരുവിയായിരുന്നു. ചെറിയ തോതിൽ വെള്ളം ഇങ്ങനെ ചാടുന്നതും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിലൂടെ ഇറങ്ങുന്ന അവിടെയാണ് ഒരു പാർക്ക് ഉണ്ടായിരുന്നത്. ചിൽഡ്രൻസ് പാർക്കാണ്. അതിൽ കുറേ കുട്ടികളും എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാലെല്ലാം വലിയ ആൾക്കാർക്കൊക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലായിരുന്നു. അപ്പോൾ ആപ്പയും ഇഞ്ഞാമയും എല്ലാവരും ആടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു ചെറിയ ഇരിക്കാനുള്ള സൗകര്യവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളൊരു ഉച്ച സമയത്താണ് വന്നത്. ഒരുപാട് വെയിലൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു, ചെറിയൊരു ചൂടും. ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ പോയ സമയത്ത്. പക്ഷെ നല്ല ഭംഗി, എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. അത് ശരിക്കും അങ്ങനെയാണല്ലോ അല്ലേ. നമ്മുടെ കസിൻസിൻ്റെ കൂടെ പോകുന്നതും നമ്മൾ ഫാമിലിയുടെ കൂടെ പോകുന്നതും അത് വല്ലാത്തൊരു വൈബ് തന്നെയല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇക്കാക്കയും ചെറിയ മക്കളും എല്ലാവരും കൂടി മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് വിശന്നപ്പോൾ നമ്മൾ എന്തെല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. 2 സൈഡും പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിലൂടെ അങ്ങനെ നടന്ന് നീങ്ങുന്ന സമയത്ത് 2 സൈഡും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എന്നിട്ട് ഒരു ചെറിയൊരു വീണയും ഒരു ചെറിയൊരു തബലയും അങ്ങനെയൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാണ്ട് പിന്നെ നേരെ ചെല്ലുന്നത് ഒരു ചെറിയൊരു ഗുഹയിലേക്കാണ്. വലിയ ഗുഹ ഒന്നല്ല, ചെറിയൊരു ഗുഹ. ഞാൻ ആദ്യം വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അതിലൂടെ കയറിയത്. പക്ഷെ ഒന്നും ഇല്ലായിരുന്നു. ഇതിലൂടെ കയറിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങാം. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എക്സ്പെക്റ്റേഷനൊക്കെ വെറുതെ ആയി. പക്ഷെ എന്തോ ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയായിരുന്നു അതിലൂടെ കയറിയിട്ട് ഈ സ്റ്റെപ്പിൻ്റെ മുകളിലൂടെ ഇറങ്ങാം. ആ ഒരു സംഭവമായിരുന്നു. പിന്നെ ഈ ഒരു പാർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ ഒരുപാട് ക്യാഷൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ സൈഡിലുള്ള ഒരു തബല എൻ്റെ ആപ്പാപ്പ വായിച്ചൊരു രംഗമാണ് ഈ കാണുന്നത്.
അതിൻ്റെ സൈഡിൽ തന്നെ ഇതേപോലെ പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ റൈഡ്സിലും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളതും വലിയ കുട്ടികളതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ കയറി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും.